ഓ ഓ ഓ ഓ ഓ കരയല്ലേ കരയല്ലേ. ഡേ ചുമ്മാ തിരിക്കാതെ ഇങ്ങോട്ടൊന്ന് വന്നേ. നീ കൊച്ചു ചേച്ചി പാല് കൊടുത്തേ, എത്ര നേരം അത് മുള്ളിയിട് കൊച്ചേ, ഇച്ചിരി പാല് കൊടു. എൻ്റെ പൊന്നമ്മേ, കുഞ്ഞുങ്ങൾ എപ്പോഴും കരയുന്നത് പാലിന് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല. കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിൽ അവർ കരഞ്ഞാണ് ഓരോരോ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് ആ അമ്മയ്ക്ക് കുറച്ച് സമയം മാത്രം കൊടുത്താൽ മതി. എടി കുഞ്ഞെ, നീ ഒരു അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആഹാ, ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോ 2 മണിക്കൂർ ഇടവിട്ട് മാത്രം പാല് കൊടുത്താൽ മതി. അവർക്ക് ദഹിക്കണ്ടേ ഇതൊക്കെ? ഞാനുമേ 2 എണ്ണത്തിനൊക്കെ പെറ്റ് വളർത്തിയതാ. അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലേ എൻ്റെ മുഖത്തിന്റെ ഷേപ്പ് അങ്ങോട്ട് മാറിപ്പോയാനായിരുന്നു. ഹോ, ആയിക്കോട്ടെ, 10-20 ഒക്കെ പെറ്റ് വളർത്ത്. അന്ന് വളർത്താനുള്ള അവസരം കിട്ടിയതല്ലേ. ഇനി ഇപ്പം ഞങ്ങളുടെ ഊഴമായില്ലേ, ഞങ്ങളൊന്ന് വളർത്തി നോക്കട്ടെ. ഓ, ഇനി കണ്ണും പിരിയൊക്കെ എഴുതാൻ സമ്മതിക്കുമോ എന്തോ. എൻ്റെ പൊന്നമ്മേ, ഈ കരിയും പൗഡറും ഒന്നും അത്ര നല്ലതൊന്നും അല്ല കുഞ്ഞുങ്ങൾക്ക്. ഈ പൗഡറൊക്കെ ഉപയോഗിച്ചാലേ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടാകും. ഇനിയിപ്പം തന്നെ അവൻ്റെ സൗന്ദര്യം നമുക്കൊന്ന് ആസ്വദിക്കാനാണെങ്കിൽ ഇങ്ങനെ പൊട്ടുകുത്തിയാൽ പോരെ. അതിനും അറിയാലോ നമുക്ക് അവൻ്റെ സൗന്ദര്യം. സുന്ദരനല്ലേ? ഇടി കൊച്ചേ, ഈ കുഞ്ഞിന് കണ്ണും പിരിയൊക്കെ എഴുതി കൊടുക്ക്. 1-2 വർഷം കൂടെ കഴിഞ്ഞ് എഴുതാൻ പറ്റുമോ? അതൊരു ആങ്കൊച്ചല്ലേ. ഞാനങ്ങ് പോകുക. അമ്മേനെ കുഞ്ഞിനെ ആരാന്ന് വെച്ചാൽ നോക്കുകയോ വളർത്തുകയൊക്കെ ചെയ്യും. ഞാനിവിടെ എന്ത് ചെയ്താലും കുറ്റമല്ലേ. ഞാനങ്ങ് പോകുക, കേട്ടല്ലോ. ഡെലിവറിക്ക് ശേഷമുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് അത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ്. ആ സമയത്ത് അവർക്ക് വേണ്ടത് കുറച്ച് സ്നേഹവും കരുണയും കരുതലും ഒക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കുഞ്ഞതിഥിയോട് എത്ര പരിഗണന കാണിക്കുന്നു, അത്രയും പരിഗണന തന്നെ കുഞ്ഞിൻ്റെ അമ്മയോടും കാണിക്കുക.